അപ്പം അച്ഛനും ആൻ്റണി ആയിട്ട് ഒരിക്കലും മാനസികമായിട്ട് അടുപ്പത്തിലായിരുന്നില്ലേ? അല്ല, അതിൽ ഇവർ തമ്മിൽ ഒരു ശൈലിയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ആ ശൈലിയുടെ വ്യത്യാസമാണ് ഒരകൽച്ചയിലേക്ക് പിന്നീട് പോയത്. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പറയാം, 77 രണ്ടുപേരും രണ്ട് ഗ്രൂപ്പായിട്ട് നിന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ MLA മാരുണ്ടായത്. കാരണം ഒരു പാർട്ടി കാൻഡിഡേറ്റർഷിപ്പ് വരുമ്പോൾ രണ്ടുപേരും ഒരു യോജിച്ച തീരുമാനം എടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് 88 DCC ഭാരവാഹികളെ വെച്ചപ്പോൾ ഒരു തർക്കവും ഉണ്ടായില്ല. രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്തു. ചിലപ്പോൾ മറ്റേ വിഭാഗത്തിലുള്ളവരെ ഇവിടെ നിന്ന് സജസ്റ്റ് ചെയ്യുന്ന സമയം വരെ ഉണ്ടായിട്ടുണ്ട്. ആണല്ലേ? അത്രയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നന്നായി പോയതായിരുന്നു. പക്ഷേ 92 KPCC ഇലക്ഷനോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ താളം തെറ്റിപ്പോയത്. വയലാർ രവിയായിട്ടുള്ള മത്സരം വന്നപ്പോൾ പിന്നെ എല്ലാം താളം തെറ്റിപ്പോയി. സത്യത്തിൽ അന്ന് അതില്ലായിരുന്നെങ്കിൽ അന്ന് ആന്റണി തോൽക്കുകയും ചെയ്തു. ആന്റണി തോൽക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുള്ളൊരു പ്രയാസം ഉണ്ടാവും, പിന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കപ്പെടണമായിരുന്നു. അച്ഛൻ്റെ ഒരു അമിത ആത്മവിശ്വാസം ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമായി കാണും അല്ലേ? അതിനുശേഷം ആക്സിഡൻറ്റ് സംഭവിച്ചല്ലോ. ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഈ മനസ്സെത്തുന്നിടത്ത് ശരീരത്താതായി. അതാണ് പിന്നീടുള്ള കുഴപ്പങ്ങളുടെ കാരണം ഉണ്ടായത്. മറ്റൊരു ഫീൽഡിലത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് അറിയായിരുന്നു. എല്ലാ കാര്യം A to Z അദ്ദേഹത്തിന് അറിയായിരുന്നു. ഇതുപോലെ യാത്ര ചെയ്യാൻ കഴിയാത്തൊരു ഘട്ടം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊതി എന്നുണയും പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, കൂടെ കൂടി അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടായി. അന്ന് അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന് ഒരുപാട് പേര് അച്ഛനെ പറ്റി അതെ. അതിൻ്റെയൊക്കെ വിഷമം അച്ഛൻ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ധാരാളം പ്രകടിപ്പിച്ചിട്ടുണ്ട്.